ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ASAP. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷനുമായിട്ടാണ്. CSIR-ൻ്റെ MTS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിലോട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ടൊന്ന് പോവാം. CSIR-ൻ്റെ നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. MTS പോസ്റ്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റുകൾ 12 എണ്ണമാണുള്ളത് കേട്ടോ. 12 പോസ്റ്റുകളാണുള്ളത്. അതിനകത്ത് UR എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 6 പോസ്റ്റാണുള്ളത്. EWSന് 1 പോസ്റ്റാണ്. OBC NCLന് 4 പോസ്റ്റാണ്. SC കാറ്റഗറിക്ക് 1 പോസ്റ്റാണുള്ളത്. ഇതിൻ്റെ പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 1 ആണ് കേട്ടോ. പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 1 ആണ്. നിങ്ങൾക്ക് ഒരു മാസം ഏകദേശം 35,973 രൂപയാണ് നമ്മുടെ സാലറി ആയിട്ട് ഉണ്ടാവുക. ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25 വയസ്സാണ് കേട്ടോ. അപ്പം നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുള്ളത് 6/12/2025 തൊട്ടിട്ടാണ്. നമുക്ക് ഇത് സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5/1/2026 ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളാം. ഇനി ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് മെട്രിക്കുലേഷൻ ഓർ ഇക്വലൻറ്റ് പാസ് 10th പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 25 വയസ്സ് കൂടാൻ പറ്റില്ല. ഇനി ഇവിടെ ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇൻ്റർമീഡിയറ്റ് അഥവാ 12th പാസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ദ റെലവൻറ്റ് ഏരിയ ഓഫ് വർക്ക്. അപ്പോൾ ഇവിടെ ഡിസൈറബിൾ ആയിട്ടാണ് പറയുന്നത്. 12th പാസും ആ ഒരു ഏരിയയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഡിസൈറബിൾ ആണ്. പക്ഷേ എസെൻഷ്യൽ ആയിട്ട് പറയുന്നത് 10th പാസ്സായിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, 25 വയസ്സ് കഴിയാത്ത എല്ലാവർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ എക്സാമിൻ്റെ സിലബസിലോട്ട് പോവാം. സിലബസ് എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, QA ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും ഉണ്ട്. നമുക്ക് ഇവിടെ OMR ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതായത് ഇത് ഇപ്പോൾ നമ്മൾ SSC RRB ഒക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. പക്ഷേ നമ്മുടെ ഈ ടെസ്റ്റ് വരുന്നത് ഒരു OMR ബേസ്ഡ് എക്സാം ആണ്. പിന്നെ അതിനകത്ത് വരുന്നത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും തെലുങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എത്ര മണിക്കൂർ എന്ന് വെച്ചാൽ 2 മണിക്കൂറിലെ OMR ബേസ്ഡ് ടെസ്റ്റ് ആണുള്ളത്. ഇനി നമുക്ക് സിലബസിലോട്ട് പോവാം. ജനറൽ ഇൻ്റലിജൻസിൻ്റെ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറൽ ഇൻ്റലിജൻസിൻ്റെ 25 ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. അങ്ങനെ ആകെ വരുന്നത് 75 മാർക്കാണ്. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 1 മാർക്കാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ, 75 മാർക്ക്. ജനറൽ അവയർനെസ്സിനും ഇംഗ്ലീഷ് ലാംഗ്വേജിനാണ് ഇവിടെ വെയിറ്റേജ് കൂടുതലായിട്ടുള്ളത്. ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ക്വസ്റ്റ്യൻ. അതായത് ഈ 2 സെക്ഷനും 150, 150 അങ്ങനെ 300 മാർക്കിന് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്ലിക്കേഷൻ ഫീസ് നോക്കാം. അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ് വരുന്നത്. എന്നാൽ SC ST PWD വിമൺ എക്സ് സർവീസ് മെൻ ഇവർക്കൊന്നും എന്തില്ല, ഫീസ് വേണ്ട എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളാം. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കിയപ്പോൾ ഒരു 12 വേക്കൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണമെന്നുള്ള ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ CSIR-ൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ഈ ഒരു എക്സാം വിളിച്ചിട്ടുള്ളത്. CSIR-ൻ്റെ അണ്ടറിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇതുപോലെ തന്നെ MTS-ൻ്റെ ഒരുപാട് വേക്കൻസി വേറെ ഡിപ്പാർട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഉടനെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിനായിട്ടൊരു പ്രിപ്പറേഷൻ വേണം, പുതിയതായിട്ട് തുടങ്ങണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു 4 സബ്ജക്റ്റ്, അതായത് മാത്സ് ആവട്ടെ, റീസണിങ് ആവട്ടെ, GK, ഇംഗ്ലീഷ്, ഈ 4 സബ്ജക്റ്റ് എന്ന് പറയുന്നത് SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന അതേ ടോപ്പിക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അവിടെ എല്ലാതും 25 ക്വസ്റ്റ്യൻ, അങ്ങനെ ആകെ 100 ക്വസ്റ്റ്യൻ ഉള്ളിടത്ത് ഇവിടെ നിങ്ങൾക്ക് 150 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വെയിറ്റേജ് ഏതിൽ കൂടുതലാണ്, നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിലും ഇംഗ്ലീഷിലും കൂടുതലാണ്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള എക്സാം ആകുമ്പോൾ ഇതെന്താണ്, ഓഫ്ലൈൻ ആയിട്ടുള്ള എക്സാമാണ്. ആ 2 ഡിഫറൻസ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ SSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യണം. ഇനി അതല്ല നിങ്ങൾ ഇതുവരെ പ്രിപ്പറേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു 3 months ഒക്കെ നമുക്ക് എന്താണെങ്കിലും ഒരു എക്സാമിന് ഡ്യൂറേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയൊരു ബാച്ച് നമ്മൾ SSC RRB ഈ ഒരു എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള പുതിയൊരു ബാച്ച് January 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷനുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്